2021 ഇടുക്കിക്കാരിയായിട്ടുള്ള സൗമ്യ സന്തോഷ് ഇസ്രായേലിൽ വെച്ചിട്ട് ഹമാസ് തീവ്രവാദികളുടെ ബോംബ് വീണ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ചില സോഷ്യൽ മീഡിയ കാണിച്ച അതേ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിലാണ് കിർക്ക് മരിച്ചു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ അവിടെ ആഘോഷിച്ചു. അച്ഛാ, ചാർലി കിർക്ക് മരിക്കുന്നതിന് മുമ്പ് ആമസോണിൽ വന്ന ദ ഷൂട്ടിംഗ് ഓഫ് ചാർലി കിർക്ക് എന്ന പുസ്തകം, അതിൻ്റെ പിന്നിലെ രഹസ്യം എന്തായിരുന്നു? ലോകം മുഴുവനും നടുങ്ങിയ ഒരു മരണവാർത്തയായിരുന്നു ഇൻഫ്ലുവൻസറും ഉറച്ച ക്രൈസ്തവ വിശ്വാസിയുമായ ചാർലി കിർക്കിൻ്റെത്. ചാർലി കിർക്ക് എന്തിനു വേണ്ടിയാണ് മരിച്ചത്? അരാജകത്വവും അനിശ്ചിതത്വവും നിറഞ്ഞ ഈ ലോകത്ത് ക്രിസ്തുവിനെയും ധാർമ്മിക മൂല്യങ്ങളെയും ഉയർത്തിക്കാട്ടുവാൻ അദ്ദേഹം നടത്തിയ ആ പോരാട്ട വീര്യം എത്ര വലുതായിരുന്നുവെന്ന് അദ്ദേഹം സമൂഹത്തിൽ ചെലുത്തിയ ആ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ആരാണ് ചാർലി കിർക്ക്? ചാർലി കിർക്ക് നമ്മുടെ ഈ സമൂഹത്തോട് എന്താണ് പറഞ്ഞു വെച്ചത്? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കുവാൻ എത്തിയിരിക്കുന്നത് ഇന്നിൻ്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ഛനാണ്. അച്ഛനെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുറന്നു പറഞ്ഞ തറേക്കടവിലച്ഛൻ. അച്ഛാ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ചാർലി കിർക്കിന്റെ മരണം വലിയൊരു വാർത്തയായ ഒരു സാഹചര്യമാണ്. ആരായിരുന്നു അച്ഛാ ഈ ചാർലി കിർക്ക്? ഷക്കിന പ്രേക്ഷകരിൽ നമസ്കാരം. ചാർലി കിർക്കിൻ്റെ മരണവാർത്ത എല്ലാവർക്കൊക്കെ ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ്. ഇതിന് പരിചയമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനത് പറയുന്നത്. 1993 ഒക്ടോബർ 14 ജനിച്ചതാണ്. വലിയധികം വയസ്സുള്ള ആളൊന്നുമല്ല. ആർലിംഗ്ടണിലാണ് ജനിച്ചത്. ഇദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു, രാഷ്ട്രീയ നിരീക്ഷകനായിരുന്നു, പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്ന ആളാണ്. അതായത് ഇൻ്റർനെറ്റ് വഴി വാർത്തകളൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സാധാരണ മീഡിയയിൽ എപ്പോഴും സാന്നിധ്യം ഉണ്ടായിരുന്നു. 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പനൊരു ആർക്കിടെക്റ്റാണ്, അമ്മ വീട്ടിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. 2021 ഇദ്ദേഹം എറിക്ക ഫ്രാൻസ്വേ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരി, ഈ പോഡ്കാസ്റ്റർ തന്നെയാണ്, അവരെ വിവാഹം കഴിച്ചു. ഇവരും ക്രിസ്തീയ ആശയം പ്രചരിപ്പിക്കുന്ന ഒരാളാണ്. ഈ ചാർലി കിർക്കിനെ പോലെ തന്നെ 2021 ഒരു മകൾ ജനിച്ചിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ആധുനിക കാലത്ത് ഏറ്റവും അധികം ആളുകളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് താല്പര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. തമാശ പറയുക, ചിരിക്കാൻ കഴിയുക എന്നൊക്കെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഴയ കാലത്തുള്ള പോലെ തമാശ ഇപ്പോൾ വരുന്നില്ലെന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇനി ഇതിന് കൂടെ വന്നിരിക്കുന്ന മറ്റൊരു കാര്യം, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ കണ്ടമാനം ചാനലുകളാണെന്നറിയില്ല, ചാനലുകളും പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് മീഡിയയിലുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ഉടനെ അതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് വാർത്ത അന്വേഷിക്കുകയോ സത്യം തിരയുകയോ അല്ല. പിന്നെ മനുഷ്യന് തോന്നുന്ന കാര്യങ്ങൾ ഭാവന ഉണ്ടാക്കിയിട്ട് വാർത്തയായിട്ട് സൃഷ്ടിച്ച് അത് വിശ്വാസമായിട്ട് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നമുക്ക് സത്യം അറിയാൻ സാധാരണഗതിയിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറി. ഇനി ഇവിടെ എല്ലാവരുടെയും അടിസ്ഥാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വിശുദ്ധ വചനം നമ്മളോട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ സ്നേഹമാണ് സാധാരണ എല്ലാവരും, സെൽഫ് ലവ് എന്ന് പറയും. ആ സ്വന്തം സ്നേഹിച്ചുകൊണ്ട് എല്ലാം അങ്ങ് ചെയ്തു പോകുന്ന ഒരു പശ്ചാത്തലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ യുവജനങ്ങൾക്ക് ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഒട്ടും വിശ്വാസമില്ലെന്ന് ആളുകൾ സാധാരണ പറയാറുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് താല്പര്യമില്ല, മീഡിയ മുഴുവൻ തിന്മയാണെന്ന് പറയും. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ ചാർലി കിർക്കിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇദ്ദേഹം ഈ ആധുനിക കാലത്ത് ആധുനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുടുംബം, ബന്ധങ്ങൾ, വിവാഹം, കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ആഴമായിട്ട് ചിന്തിക്കാനായിട്ട് യുവജനങ്ങളെ സഹായിച്ചു, പ്രചോദിപ്പിച്ചു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ധാർമ്മികത പഠിപ്പിച്ച ഒരു വ്യക്തിയാണെന്ന് പറയാം.
അതുകൊണ്ട് തന്നെ യുവജനങ്ങളെ സ്വാധീനിച്ചു. അതിനകത്തുനിന്ന് യുവജനങ്ങളെല്ലാം അങ്ങനെ ഒരു മോശം വഴിക്ക് പോകുന്നവരല്ല എന്നും നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അതായത് അവർക്ക് സ്വീകാര്യമായിട്ടുള്ള വിധത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കാൻ അവർ കഴിവുണ്ടെന്നൊക്കെ തെളിയിച്ച ഒരു വ്യക്തിയാണ്. അതോടുകൂടെ മാത്രമല്ല, ഇന്ന് ഒത്തിരി തീവ്രവാദം ലോകത്ത് മുഴുവൻ വ്യാപിക്കുന്ന ഒരു കാലമാണല്ലോ. ഈ കാലഘട്ടത്തിൽ ഈ രാജ്യങ്ങളെ അട്ടിമറിക്കുക അത് ഇതെന്നൊക്കെ നമ്മൾ ഒത്തിരി വാർത്ത കേൾക്കുന്നതാണ്. അത് തീവ്രവാദികൾ ചെയ്യുന്നുണ്ട്, ഭരണകൂടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ദൈവസ്നേഹവും രാജ്യസ്നേഹവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് ചാർലി കിർക്ക്. അച്ഛാ, ഈ മരണവുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പ്രേക്ഷകരുമായിട്ട് അതിനെക്കുറിച്ച് ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാം. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 10-ാം തീയതി, അതായത് 2025 10-ാം തീയതി ഓറമിലുള്ള യൂട്ട യൂണിവേഴ്സിറ്റിയുടെ സിറ്റിയിൽ അവിടെയുള്ള ഒരു തുറന്ന ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകളോട് പ്രസംഗിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. ഇതിൻ്റെ വീഡിയോകളൊക്കെ അന്ന് സർക്കുലേറ്റ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഉടനെ അന്വേഷണമൊക്കെ ആരംഭിച്ചു. സെപ്റ്റംബർ 11-ാം തീയതി അന്വേഷണം തീവ്രമായി. DNA പരിശോധനകളൊക്കെ നടന്നു കണ്ടെത്തിയ സാധനങ്ങളുടെയൊക്കെ. അതേപോലെ ഒരു ടൈലർ റോബിൻസൺ എന്ന് പറയുന്ന ഒരു 22-കാരൻ, ഏതാണ്ട് ഒരേ വയസ്സുകാരാണ്, 22-കാരനാണ്. ഇതിന് ഏതാണ്ട് ആളുകൾക്കൊരു പോലീസിനൊരു ധാരണ കിട്ടുന്നു. അതിന് ഈ ആളുകൾ തന്നെ, അവിടെ ഉണ്ടായിരുന്നവരും ചുറ്റുമുള്ളവരും ഇവരുടെ തന്നെ വീട്ടുകാരും ഇവൻ്റെ തന്നെ ജീവിത പങ്കാളിയൊക്കെ അതിനുള്ള ഇൻഫർമേഷൻ ടിപ്പുകൾ കൊടുത്തു. സെപ്റ്റംബർ 12-ാം തീയതി, അതായത് ഈ വധിക്കപ്പെട്ടതിന് 33 മണിക്കൂറുകൾക്ക് ശേഷം ഈ റോബിൻസൺ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പോലീസ് ആയുധം കണ്ടെത്തി. അയാളുടെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നതാണ് വാസ്തവം. ഇത് കഴിഞ്ഞുണ്ടായ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, പിന്നീട് സോഷ്യൽ മീഡിയയിൽ കണ്ടമാനം വാർത്തകൾ അങ്ങോട്ട് പ്രചരിച്ചു. വാർത്തകൾ എന്ന് പറയുന്നത് പല വിധത്തിലാണ്, പല ഫോട്ടോകളും, പലതും AI ഫോട്ടോകളായിരുന്നു. ഇതാണ് പിന്നീട് പ്രശ്നമായിട്ട് വന്നത്. പലരും മരണം ആഘോഷിച്ചു സോഷ്യൽ മീഡിയയിൽ. മോശമായ കമൻറ്റുകൾ പറഞ്ഞു. ഇങ്ങനെയുള്ള പറഞ്ഞ പല ആളുകളുടെയും ജോലി സസ്പെൻഡ് ചെയ്യപ്പെടുകയോ നഷ്ടമാവുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മറ്റൊരു കാര്യമാണ്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് സമാനമാണ്, അതിൽ കൂടുതലാണെന്ന് പറയും. ഇക്കാര്യത്തിൽ നമുക്കറിയാം, 2021 ഇടുക്കിക്കാരിയായിട്ടുള്ള സൗമ്യ സുരേഷ് ഇസ്രായേലിൽ അവരുടെ ഹമാസിൻ്റെ ബോംബ് വീണ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ അവർ ഈ ഫോൺ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന, ഭർത്താവുമായിട്ട് വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബോംബ് വീണതും മരിക്കുന്നതൊക്കെ. എന്നിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ആഘോഷമായിരുന്നു. അവർക്കൊരു കൊച്ചൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആഘോഷിച്ച എല്ലാവരും നല്ല ആഘോഷിച്ച ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വേർഷൻ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ വാർത്തകളൊക്കെ വന്നപ്പോൾ കുറ്റവാളി തിരിച്ചറിഞ്ഞു വന്ന ചില ആൾക്കാർ, തെറ്റായ തലക്കെട്ടുകൾ കൊടുക്കുന്ന ചില ആളുകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പല വാർത്തകൾ സൃഷ്ടിക്കുക. ഇത് നമ്മുടെ നാട്ടിൽ ഇതിന് വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ദിവസം ഞാൻ കണ്ട ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ടെൽ അവീവ് എയർപോർട്ട് നാശമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തകർന്നു കിടക്കുന്ന ഏതോ ഒരു സ്ഥലം കാണിക്കണം യുദ്ധം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വാർത്ത അവിടുത്തെ പേപ്പറുകളായാലും എടുത്ത് നോക്കുമ്പോൾ ടെൽ അവീവ് എയർപോർട്ട് അതുപോലെ അവിടെയുണ്ട്. അതെങ്ങനെ AI ക്രിയേറ്റ് ചെയ്ത് എന്താണ് വാർത്തയാണ്, സത്യമാണെന്നുള്ള ധാരണത്തിൽ യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഈ ചെയ്യുന്ന ആളുടെ ഫിക്ഷൻ എഴുതുന്നത്. ഇതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. നമുക്ക് വാർത്ത അറിയാനായിട്ടൊരു പ്രതിസന്ധിയില്ല, ഒരു സാഹചര്യം ഇല്ലാതെയായി. എവിടെ നിന്നാണ് വാർത്ത അറിയുന്നത്? നമ്മൾ സാധാരണ മീഡിയയിൽ പോയാൽ അവർക്ക് ഇഷ്ടമുള്ളതേ പബ്ലിഷ് ചെയ്യുള്ളൂ. ഈ മീഡിയയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. വ്യാജമായിട്ടുള്ള അവകാശവാദങ്ങളുണ്ടായിരുന്നു, കുറ്റവാളിയെ കണ്ടെത്തിയെന്നുണ്ടായിരുന്നു, പിന്നെ ചിലർ മരിച്ചിട്ടില്ല എന്ന് പറയുന്ന, ഇതുവരെ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഇവിടെ പ്രസംഗമൊക്കെ കാണിക്കുകയാണ്. ഇതാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് വളരെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്ന് ചിലർ പറയുന്നു. ഇങ്ങനെ 100 കണക്കിന്. ചിലർ അതേസമയത്ത് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ട്, അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, അതുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെടുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലർ ഇദ്ദേഹം പാർട്ടിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ അറിയാം. പിന്നെ ചിലർ വളരെ തമാശയായിട്ട് ആഘോഷിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വലിയ വലിയ വാർത്തകളും പ്രതിസന്ധികളും വരുമ്പം അതിങ്ങനെ ട്രെയിലർ ഇട്ടിട്ട് തമാശയായിട്ട് ആഘോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ കണ്ടമാനം വാർത്തകൾ ഇങ്ങോട്ട് വന്നു. 16-ാം തീയതി ആയപ്പോഴത്തേക്കും
നമുക്കറിയാം നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. ആമസോണിൽ ഒരു പുസ്തകം ഈ സമയത്ത് തന്നെ ഇങ്ങനെ ചാർലി കിർക്കിൻ്റെ കൊലപാതകം എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നൊരു വാർത്ത വന്നിരുന്നു. അതെന്തോ ടെക്നിക്കൽ ഫൗളാണെന്ന് വിചാരിക്കുന്നു. ആ സാധനം പിന്നീട് കണ്ടിട്ടില്ല എന്നാണ് നമുക്കറിയാനായിട്ട് കഴിഞ്ഞത്. അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ 16-ാം തീയതി ഈ റോയിട്ടേഴ്സിൽ വരുന്നൊരു വാർത്ത അനുസരിച്ച് ഈ റോബിൻസൺ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. അതായത് എനിക്ക് ചാർലി കിർക്കിനെ വീഴ്ത്താനുള്ള അവസരം വരുന്നുണ്ട്, അത് ഞാൻ വീഴ്ത്തുമെന്ന് എഴുതിയെന്ന് പറയുന്നു. ഈ കുറിപ്പ് കണ്ടെത്തിയിട്ടൊന്നുമില്ല. പിന്നെ തുടർച്ചയായിട്ട് വന്നത് പിന്നെ ഭരണകൂടം, ഈ ട്രംപ് ഭരണകൂടമാണ്. JD വാൻസും ഡെപ്യൂട്ടി ചീഫായിട്ടുള്ള സ്റ്റീഫൻ മില്ലറും ഒക്കെ ശക്തമായ നടപടികൾക്ക് ആഹ്വാനം ചെയ്തു. അങ്ങനെ അത് മുമ്പോട്ട് പോയി. അപ്പോൾ അതിനിടയ്ക്ക് ഇടതുപക്ഷ വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യും എന്നൊരു പ്രഖ്യാപനം നമ്മൾ കേട്ടു. കാരണം ഇടതുപക്ഷ ആശയങ്ങൾ ഈ കോളേജുകളിൽ ഒത്തിരി പേര് അടിച്ചു ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരാശയത്തിൽ നിന്ന് അങ്ങനെയാണ് ആയിരിക്കാം ഈ റോബിൻസൺ ഇങ്ങനെ തീവ്രമായിട്ടുള്ള ചിന്തകളിലേക്ക് കടന്നു പോയത് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്. ഒന്നിട്ട് കാര്യങ്ങൾ, ഇനി സോഷ്യൽ മീഡിയയിൽ കണ്ടമാനം വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അതിന്ന് നമ്മുടെ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയി. കാരണം സത്യമൊന്നും ആരും പറയുന്നില്ല. പക്ഷേ സത്യം എന്ന വിധത്തിൽ AI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വാർത്തകൾ പറയുക എന്നുള്ളതാണ് ഒരു കാര്യം. ഈ കൊലയാളി എങ്ങനെയാണ് തീവ്ര ചിന്താഗതിക്കാരനായത്? നേരിട്ട് എവിടെയെങ്കിലും ആളുകളോട് സംസാരിച്ചിട്ടാണോ ഓൺലൈൻ വഴിയാണോ നമുക്കറിയത്തില്ല. ഫോറൻസിക് റിപ്പോർട്ടുകൾ ഇതുവരെയും നമുക്ക് മനസ്സിലാകുന്നിടത്തോളം അത് പൂർണ്ണമായിട്ട് എല്ലാം കൂടെ വന്നിട്ടില്ല. കണ്ടെത്തിയ ചില കാര്യങ്ങൾക്ക് കൊലപാതകമായിട്ടുള്ള ബന്ധം നമുക്ക് വ്യക്തമല്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും ഇതിന് വ്യക്തമാകാനുണ്ട്. കാരണം ഇദ്ദേഹം സഹകരിക്കണം. ഈ വരുന്ന വാർത്തകളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ സന്തോഷിക്കുക, ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടാകാൻ സന്തോഷിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചാർലി കിർക്കിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട വിധത്തിൽ നമ്മുടെ നാട്ടിലും കാര്യങ്ങൾ നടക്കുന്ന കാര്യം ഓർക്കണം. നമുക്ക് അറിയാം, ഈ കഴിഞ്ഞ നാളുകളിൽ 2021 ഡിസംബർ 8-ാം തീയതി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ MI-17 ഹെലികോപ്റ്റർ തകർന്നു വീണിട്ട് ജനറലായിട്ടുള്ള വിപിൻ റാവത്തും ഭാര്യയും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം മരിച്ചപ്പോഴും ഇവിടെ വലിയ സന്തോഷങ്ങളൊക്കെ പ്രകടിപ്പിച്ച ആളുകളുണ്ടെന്നാണ് അന്ന് നമ്മൾ മീഡിയയിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെ വലിയ തിന്മ സംഭവിക്കുമ്പോഴും സന്തോഷിക്കുന്ന, അത് തമാശയാക്കി മാറ്റുന്ന, അത് ചിരിക്കാനുള്ള അവസരമാക്കി മാറ്റുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെതിരെ തന്നെയാണ് ഈ ചാർലി കിർക്ക് പോരാടിയെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. എല്ലാവരും, അത് നമ്മൾ മാധ്യമങ്ങളും സാധാരണ മാധ്യമങ്ങൾ എടുത്താലും സോഷ്യൽ മീഡിയ എടുത്താലും ഇപ്പോൾ വ്യൂവേഴ്സിനെ കൂട്ടാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ്. ഈ പരിശ്രമത്തിനിടയിൽ കുറേ ചിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ സത്യം പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായ വിധത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഓർത്തിരിക്കണം. അച്ഛാ, എന്തായിരുന്നു കിർക്കിൻ്റെ ചിന്താഗതികൾ നമ്മുടെ ഈ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? ആധുനിക സമൂഹത്തിന്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക്, സഭാമക്കൾക്കും അങ്ങനെ തന്നെയാണ്, ഒരു ആത്മീയമായിട്ടുള്ള ശൂന്യതാബോധമാണുള്ളതെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഈ കിർക്ക് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സംസ്കാരം സത്യദൈവത്തെയും വചനത്തിൻ്റെ, വിശുദ്ധ ബൈബിളിലുള്ള മൂല്യങ്ങളാണ്, അത് മറ്റു മതങ്ങളിലും ആ മൂല്യങ്ങളുണ്ടെങ്കിൽ അത് കണക്കാണ്, മൂല്യങ്ങളെ ഉപേക്ഷിച്ചാൽ അതിന് സത്യവും ലക്ഷ്യബോധവും ആ സമൂഹത്തിന് ഐക്യവും നഷ്ടമാകും എന്ന് ചാർലി കിർക്ക് പറഞ്ഞു. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ രാഷ്ട്രീയവും വിദ്യാഭ്യാസവും സംസ്കാരവും നശീകരണത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചു തുടങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ നോക്കിയാലോ അറിയാമല്ലോ. കോളേജ് ക്യാമ്പസുകൾ പലപ്പോഴും ഈ സാമൂഹ്യദ്രോഹികൾ അഴിഞ്ഞാടുന്ന സ്ഥലങ്ങളായിട്ട് മാറിയിട്ടുണ്ടെന്ന് നമ്മൾ അടുത്ത കാലത്ത് വാർത്തകളൊക്കെ നോക്കിയാൽ അറിയാം. ഇന്നത്തെ മൂല്യ ശോഷണത്തിന് കാരണം സമൂഹത്തിന് ക്രിസ്തുവിനോടുള്ള വിരോധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം. നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ അതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം, ഇത് ചാർലി കിർക്ക് പറഞ്ഞതല്ല. അതായത് ഈ അടുത്ത കാലത്തൊക്കെ പ്രത്യേകിച്ച് നെറ്റിലൊക്കെ കാണാറുണ്ട്, നേരത്തെ കേട്ടുള്ളൊരു കഥയാണ്. നമ്മളൊരു തവളയെ പിടിച്ച് ചെറിയ ചൂടുള്ള വെള്ളത്തിട്ടാൽ അതവിടെ കിടക്കും. സാവധാനം ആ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ അത് അതിനകത്ത് കിടന്ന് ചത്തുവും. അതേസമയത്ത് തിളച്ച വെള്ളത്തിലേക്ക് ഈ തവളയെ പിടിച്ചിടുകയാണെങ്കിൽ അതിനെ ചാടി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ വിധത്തിലുള്ള ഒരു തീവ്രവാദ ദൈവനിഷേധ കർമ്മമാണ്. നമ്മുടെ നാട്ടിലെ സിനിമകൾ, അത് സഭയിലെ യൂദാസുമാരും അതുപോലെ സഭാവിരോധികളായിട്ട് ആളും കൂടെ ചേർന്ന് ഇറക്കുന്ന സാധനങ്ങളാണ്. അതിനകത്ത് ഈ സ്ലോ പോയ്സണിങ്, ക്രിസ്തു വിരോധം, സഭാവിരോധം ഇങ്ങനെ സാവധാനം കുത്തിക്കയറ്റുന്നത് കാണാം. അതങ്ങനെ ചെയ്തു കഴിയുമ്പോൾ സാവധാനം ഈ ക്രൈസ്തുവിൻ്റെ സഭ അതിൽ കിടന്ന് മരിച്ചു പോകുമെന്നുള്ള ധാരണയിലാണ് ഇത് ചെയ്തു വരുന്നത് ഓർക്കണം. പക്ഷേ
ദൈവത്തിൻ്റെതായ പദ്ധതികൾ ഉണ്ടാകുമെന്ന് ഇങ്ങനെ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, അതിനെതിരെ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ചാർലി കിർക്കിൻ്റെ പ്രത്യേകത. ഉറച്ച സമൂഹം ഉണ്ടാകണമെങ്കിൽ കെട്ടുറപ്പുള്ള കുടുംബങ്ങളുണ്ടാകണം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹം അത് പറഞ്ഞിരുന്നു. നമുക്കുപരിയായ ലക്ഷ്യങ്ങളില്ലാതെ ഇഷ്ടവും സന്തോഷമുള്ളത് മാത്രം ചെയ്യുക എന്ന ആധുനിക രീതി ഇത് ശൂന്യതാബോധത്തിലേക്കോ ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നാശത്തിലേക്കോ നയിക്കുമെന്ന് അദ്ദേഹം പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇദ്ദേഹം തൻ്റെ ജീവിതം ഉപയോഗിച്ചത്. അതിനു അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ടേണിംഗ് പോയിൻ്റ് USA, TPUSA എന്ന് പറയുന്നത്. സത്യവിശ്വാസമില്ലാതെ സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പില്ല എന്നദ്ദേഹം വിശ്വസിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ആധുനിക സംസ്കാരമുള്ള വിശ്വാസമുള്ള സമൂഹത്തിലുള്ള സ്വാതന്ത്ര്യം മറ്റു സ്ഥലങ്ങളിലില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. കാരണം നമ്മുടെ അവകാശങ്ങൾ അത് ദൈവത്തിൽ നിന്ന് ലഭ്യമാണ്, അല്ലാതെ ഭരണകൂടത്തിൻ്റെ സംഭാവന അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ധാർമ്മികത ഉപേക്ഷിച്ചാൽ സമൂഹത്തിൻ്റെ ആങ്കറിങ്, അതായത് എവിടെ അത് ഉറച്ചു നിൽക്കണം, അത് നഷ്ടമാകും. ഇത് നമുക്ക് ഇന്ന് അനുഭവവേദ്യമാകും. വിദ്യാഭ്യാസവും സർവകലാശാലകളും സംബന്ധിച്ചാണ് മറ്റൊരു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം. തീവ്ര ഇടത് ആശയങ്ങൾ യുവജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമായി കോളേജ് ക്യാമ്പസുകൾ ഇപ്പോൾ മാറി എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. അത് വാസ്തവത്തിൽ ശരിയാണ്. അവിടെയും ശരിയാണ്, ഒരു പരിധിവരെ ഇവിടെയും ശരിയാണ്. ഇതിനെതിരെ സത്യം കൊണ്ട് യുദ്ധം ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് എന്ത് ചിന്തിക്കണമെന്നല്ല, എങ്ങനെയൊക്കെ ചിന്തിക്കാം എന്നാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഉള്ള ചിന്തകൾ വരാനായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നത് മുന്നിട്ടിറങ്ങുന്ന യുവജനങ്ങളുടേതാണ് ഭാവി. അതാണ് അദ്ദേഹം, മുന്നിട്ടിറങ്ങുന്ന യുവജനങ്ങളുടേതാണ് ഭാവി. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ടേണിംഗ് പോയിൻ്റ് USA എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത് തന്നെ. അച്ഛാ, കിർക്കിൻ്റെ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ റോബിൻസിനെ കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാവോ? ആരാണ് ഈ റോബിൻസ്? യൂട്ടായിൽ വളർന്നു വന്ന 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ടൈലർ റോബിൻസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ 2 സഹോദരങ്ങളുണ്ട്. മാതാപിതാക്കൾ റിപ്പബ്ലിക്കൻസാണ്. 2021 ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് പൈൻ വ്യൂ സ്കൂളിൽ. 2021 യൂട്ട യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമസ്റ്റർ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം യൂട്ടയിലുള്ള ഡിക്സി ടെക്നിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ അപ്രൻറ്റിസ്ഷിപ്പിൽ 3ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഹൈസ്കൂള് വിദ്യാഭ്യാസം കഴിയുമ്പോൾ നല്ല മാർക്ക്, ദേശീയ തലത്തിൽ നല്ല മാർക്ക് മേടിച്ച് 34 പോയിൻ്റ് എന്നാണ് പറയുന്നത്, വാങ്ങി പാസ്സായ വളരെ ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വോട്ട് അദ്ദേഹത്തിനുണ്ട്. ഇതുവരെയും ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. കൂട്ടുകാരും വീട്ടുകാരൊക്കെ പറയുന്നത് അടുത്ത കാലത്ത് അയാൾ രാഷ്ട്രീയം സംസാരിച്ച് തുടങ്ങിയെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഈ പറയുന്ന കിർക്കിനെതിരെ ഉള്ള ഒരു ട്രെയിനിൽ പോയെന്ന് വിചാരിക്കണം. അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം ഒരു ജീവിത പങ്കാളിയുമായിട്ട്, അതിങ്ങനെ ഈ ജെൻഡർ മാറി വരുന്നൊരു ജീവിത പങ്കാളിയാണ്, താമസിക്കുകയായിരുന്നു. ഈ പങ്കാളിയും അറസ്റ്റ് ചെയ്യപ്പെടാനായിട്ട് അറിവ് കൊടുക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇതുവരെയും ഇദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് കുടുംബത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാലും ഏത് സാഹചര്യത്തിൽ വന്നു എന്ന് പറഞ്ഞാലും ഈ യുവജനങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുന്നത്, മീഡിയ വഴി സ്വാധീനിക്കപ്പെടുകയാണോ, ആളുകൾ സംസാരിച്ചത് ഇവരുടെ മനസ്സിലെന്താണെന്ന് അറിയാനായിട്ടൊന്ന് ബുദ്ധിമുട്ടാണ്. ഇനി എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം വേറൊരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാളെ കൊന്നുകളഞ്ഞയക്കുക. അതായത് ഞാൻ സെൽഫ് ലവ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, സ്വന്തം സ്നേഹം മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് സമൂഹം വളർന്നു വരുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ റോബിൻസൺ എന്ന് പറയുന്നത്. അച്ഛാ, ഈ കിർക്കിൻ്റെ കൊലപാതകത്തിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് പഠിക്കുവാനുള്ളത്? ഇന്നത്തെ കാലത്ത് 2 സാധ്യതകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്നെങ്കിൽ യുവജനങ്ങൾ ഈ കിർക്കിൻ്റെ പിന്നാലെ ആയിരക്കണക്കിന് ആളുകൾ പരസ്യമായിട്ടുള്ള സ്ഥലത്താണല്ലോ അദ്ദേഹം സംസാരിച്ചത്. അതായത് നിർബന്ധമായിട്ടുള്ള പരിപാടികളൊന്നുമല്ല, പരസ്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒത്തിരി ആളുകളെ സ്വാധീനിച്ചു. കിർക്കിനെ പോലെ ബോധ്യങ്ങളിലേക്ക് വളർന്നു വരാൻ കഴിയും. ഇല്ലെങ്കിൽ ഈ റോബിൻസണെ പോലെ തിന്മയിലേക്ക് പോകാനായിട്ട് യുവജനങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ ലോകത്തെല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
കിർക്ക് ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്നത്തെ യുവജനങ്ങളുടെ ഭാഷ സംസാരിച്ചു. അതായത് മീഡിയ, പോഡ്കാസ്റ്റ്, ഡിബേറ്റുകൾ, തുറന്ന ചർച്ചകൾ, ഇതിനകത്തൂടെ എല്ലാം വിശ്വാസം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ ഭാഷ നമ്മൾ സാവധാനം നമ്മുടെ സംവിധാനങ്ങൾ സ്വന്തമാക്കിയാലേ ഈ യുവജനങ്ങളിലേക്ക് പ്രഘോഷണങ്ങൾ ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അടിസ്ഥാന വിശ്വാസം പൊതുസ്ഥലങ്ങളിൽ സംരക്ഷിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ ദൗത്യമാണ് വാസ്തവത്തിൽ ജീവൻ, കുടുംബം, മതസ്വാതന്ത്ര്യം എന്നിവയൊക്കെ സംരക്ഷിക്കാനായിട്ട് ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക എന്നുള്ളത്. ഇനി വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ബോധ്യങ്ങളിൽ നിന്ന് നമ്മൾ സഭാംഗങ്ങൾ സംസാരിക്കണമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു കാര്യം. വിശ്വാസവിരുദ്ധ ശക്തികൾക്കെതിരെ നിലകൊള്ളാൻ വിശ്വാസികൾ പ്രാപ്തരാകണം എന്നാണ് കിർക്ക് നമ്മളോട് പറയുന്നത്. വിശ്വാസവും നമ്മുടെ കാഴ്ചപ്പാടുകളും ജീവിതവും ഒക്കെ ഒരുമിച്ച് പോകണം. ആധുനിക സംവിധാനങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കണം. അങ്ങനെയാണ് കിർക്ക് ഈ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കിർക്ക് ലക്ഷക്കണക്കിന് ആളുകളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് സംസാരിച്ചു എന്ന് മാത്രമല്ല, അവർ ആളുകളെയൊക്കെ സ്വാധീനിച്ചു. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് നമ്മൾ ഡിബേറ്റുകളോ അപ്പോളജറ്റിക്സോ എന്തുപയോഗിച്ചാലും ഏത് കാര്യത്തിൽ പോയാലും ധൈര്യമുണ്ടാവണം. അതിന് ആളുകളെ, യുവജനങ്ങളെ പ്രാപ്തരാക്കണം എന്നുള്ള വലിയ സന്ദേശമാണ് ഈ ചാർലി കിർക്ക് സമൂഹത്തിന് നൽകുന്നത്, അല്ലെങ്കിൽ സഭയ്ക്ക് നൽകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും.